ഹലോ ഗായ്സ്, എൻ്റെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കുറച്ച് കോവയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. മക്കൾസൊക്കെ സ്കൂളിൽ പോകാറായില്ലേ, അപ്പോൾ ഇങ്ങനെ സിമ്പിൾ റെസിപ്പിയൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അത് ഈ കോവയ്ക്ക് വെച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്കൊരു സിമ്പിൾ റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് നീളത്തിൽ അരിഞ്ഞ കോവയ്ക്ക സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടാകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുക്കാൻ പോവുകയാണ്. ഈ കോവയ്ക്കനെ നമ്മളിതിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കണില്ല കേട്ടോ. അതിൻ്റെ ഫ്ലേവർ ഇല്ലാണ്ട് വെക്കുക നല്ലത്. നേരത്തെ നിങ്ങൾ കണ്ടത് മുരിങ്ങയിലയും പരിപ്പും ഒന്ന് ചൂടാക്കി എടുക്കുക. അത് ഇന്നലത്തെ നൈറ്റിലെ കറിയായിരുന്നു. ബാലൻസ് ഉള്ളതൊന്ന് ചൂടാക്കി എടുത്തേക്കായിരുന്നു. ചട്ടി ചൂടായപ്പോൾ അതേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ കോവയ്ക്ക, അതും കൂടി തട്ടി കൊടുക്കണം. അതിനേലും മുൻപ് കുറച്ച് കറിവേപ്പില, അത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് ഉള്ള നല്ല നാടൻ കറിവേപ്പിലയാണ് കേട്ടോ. അതും കൂടി ഫ്രൈ ചെയ്താൽ നല്ല ഫ്ലേവറായിരിക്കും. അപ്പോൾ നീളത്തിൽ അരിഞ്ഞ കോവയ്ക്കും കൂടി തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, കുറച്ചൊക്കെ കൂടി പോയിട്ടുണ്ട്. നിങ്ങൾ ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കലും കൂടിയായപ്പോൾ ജസ്റ്റ് കൂടിപ്പോയി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് സിമ്മിലും ഹൈ ഫ്ലെയിമിലും മീഡിയത്തിലും ഒക്കെ ഇട്ടൊന്ന് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളി റെസിപ്പി, സിമ്പിൾ കോവയ്ക്ക റെസിപ്പി റെഡിയായി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എങ്ങടെ പോണേന്നൊക്കെ പറയാം കേട്ടോ.